നമ്മുടെ മേക്കപ്പ് ആൾക്കാർ. ഹായ്. ഓക്കെ, സോ നമുക്കിന്ന് നേരത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ കാരണം നമുക്ക് നേരത്തെ ഫംഗ്ഷൻ എത്തണം. അപ്പോൾ 4:30 സമയമായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ എണീറ്റുള്ളൂ. അപ്പോൾ മെല്ലെ റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഇനി അത് ലേറ്റ് ആവും. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് റെഡി ആകുമ്പോൾ ഇടാറ്, അത്രേ അല്ലേ? നിങ്ങളുടെ പേര് പറയൂ. സെൻഹ. ഷംന. ഓക്കെ, എനിക്ക് ലെൻസ് ഏതാ വെക്കേണ്ടത്? ഹെയ്സലുണ്ട്, ബ്രൗൺ ഉണ്ട്, ഗ്രേ ഉണ്ട്. അവന് ഗ്രേ ആണ് ഇഷ്ടം, പക്ഷെ ഗ്രേ ഉണ്ട്. ഗ്രേ ഭംഗി ഉണ്ടാവോ? ഹെയ്സലെ ഗ്രേ ഭംഗി ഉണ്ടാവുക. അപ്പം ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സോഫയിൽ കയറി കിടന്ന് ഉറങ്ങുക. ഒന്നും ചെയ്യല്ല, ഇവർ പണിയെടുത്ത് നല്ല. ആ ബേബി, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അഖില് റസ്കും കോഫി ഉണ്ടാക്കാം. ബൈ ബൈ. തുടങ്ങട്ടെ, നമുക്ക് കോഫി ഉണ്ടാക്കാം. നമ്മൾ പാല് ഓർഡർ ചെയ്തിട്ടുണ്ട്, പാൽ റസ്ക് കടയിൽ പോയി എടുക്കണം. സക്സസ്ഫുള്ളി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് പോയിട്ട് കോഫി ഉണ്ടാക്കാം. ഉറങ്ങിയ ഐശ്വരി വെച്ചിട്ടില്ല പോകും. അത് ഓവർലാപ്പ് ചെയ്ത് അവിടെ വല്ലതും എടുക്കുകയാണെങ്കിൽ ഓവർലാപ്പ് ചെയ്യേണ്ട ഇഷ്ടം. പിടിച്ചോ? ഓണന്നെയല്ലേ മേക്കും. അതോണോ? കാപ്പി കുടിച്ചിട്ടില്ല. റസ്ക് എവിടെ കൂട്ടാ? കുടിക്കാതെ കോഫി കുടിക്കേ? കോഫി കുടിക്കുക, കണ്ണിൻ്റെ അത് കഴിയട്ടെ. നിനക്ക് വെക്കണ മറ്റേ എന്താ സ്മോക്കി മറ്റേ സാധനം പോപ്സ് ഫേസ്ബുക്കിൽ. അവിടെ പൂജാപ്പി മേക്കപ്പിലാണ്. സോ ഇന്നത്തെ ഫംഗ്ഷൻ എന്താണെന്ന് പൂജാപ്പി പറഞ്ഞിട്ടുണ്ടാവില്ലേ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ പേര് അരുവി എന്നാട്ടോ. അടിപൊളി പേരില്ല, അരുവി. ആക്ച്വലി അരുവി എന്നൊരു തമിഴ് ഫിലിമുണ്ട്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചേട്ടനാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമായിരുന്നു അരുവി. ആൻഡ് ഓൾസോ നല്ലൊരു പേരാണ്. ഇറ്റ് സൗണ്ട് വെരി ഗുഡ്, അരുവി എന്ന്. എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വാ സൂപ്പർ പേരെന്ന് തോന്നില്ലേ? സോ അരുവിക്കുട്ടിയുടെ ചോറൂണാണ്. സോ നമ്മുടെ വീട്ടിൽ 100-200 പേർക്കുള്ള സദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും പേരും വരുന്നു വിചാരിക്കുന്നു. സോ എൻ്റെ ഫ്രണ്ട്സും പിന്നെ പൂജയുടെ സിസ്റ്ററും ജോവിനും ആഷിക്കും എല്ലാം വരുന്നുണ്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് പൂജാപ്പി മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ 2-3 ദിവസം ഒരാഴ്ച ഏകദേശം വീട്ടിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴി അറിയാം. ഒരു ട്രിപ്പ് സെറ്റായിട്ട് അങ്ങനെ. സോ ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിപ്പോൾ പൂജാപ്പിയുടെ മേക്കപ്പ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും, നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും. എൻ്റെ വീട് മിണാലൂരാണ്, തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. തൃശ്ശൂർ മിണാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. സോ അവിടെ കുറേ പേര് ഇപ്പോൾ തലേദിവസം ഇന്നലെ ഫുൾ അവിടെയായിരുന്നു. രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് പൂജാപ്പിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ അവിടെ കുറേ പേരുണ്ടായിരുന്നു. അടിപൊളിയാണ്, നല്ല വൈബായിരുന്നു. നല്ല സംസാരവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. പിന്നെ മേശക്കാസാരൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെയും ഉച്ചയ്ക്കത്തുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്യണ്ടേ. സോ അതിൻ്റെ കുറച്ച് പണി തിരക്കിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് പുലർച്ചെ നമുക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 8 മണി 8:30 എത്തും, കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്കൊന്ന് സെറ്റിൽ ആയിട്ട് അവിടെ ഇരിക്കുകയല്ലോ. ബാക്കിയുള്ളവർ എത്തുമ്പോഴേക്കും ഒരു 10-11 മണിയാവും. സോ അതുവരെ നമുക്ക് വിശേഷമൊക്കെ പപ്പ കാണാം. ഓക്കെ, നീ കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പൂജാപ്പിയുടെ ഇത് ഞാൻ കാണിക്കാം. ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. സോ ബാക്കി വിശേഷങ്ങൾ പോണ വഴിയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എനിക്കിങ്ങനെ വ്ളോഗ് എടുത്ത് ശീലമില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാനിങ്ങനെ ഒന്നല്ല, ശരിക്കും ക്യാമറയുടെ മുന്നിൽ വേറെ പോലെയാണെന്നാണ്. ആക്ച്വലി ഐ എം ഗെറ്റിംഗ് യൂസ് ടു വ്ളോഗിങ്. ഞാനിങ്ങനെ ഒന്നല്ല ആക്ച്വലി. ഞാൻ ഭയങ്കര കോൺഷ്യസ് ഇങ്ങനെ ഒന്നല്ല സംസാരിക്കുക. ആക്ച്വലി ഐ ഡോണ്ട് നോ, ശീലാക്കില്ലേ പറ്റുമോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
താങ്ക് യു ഫോർ നൗ. ഇനി നമുക്ക് പാക്കല. ബൈ. ഓക്കെ, സമയം 6:15. 6:15 ഈശ്വര, ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ നിന്റെ അമ്മച്ചൻ ചീത്ത വിളിക്കുന്നുണ്ട്. വീട്ടില് ഫുഡ് എത്തിക്കണേ, രാവിലത്തെ ഇതിനുള്ള അത് ഇവനോടാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവൻ ഇവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ മകന് എന്തൊരു നല്ല റെസ്പോൺസിബിലിറ്റിയാണ്. സാധാ ഞാനാണ് ഏറ്റവും എന്താ പറയുക, നേരത്തെ ഇറങ്ങാറ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. കാരണം ഞാൻ മേക്കപ്പ് ചെയ്യുമെങ്കിലും ഒരു 10-15 മിനിറ്റ് വരെ എനിക്ക്. പക്ഷെ അഖിൽ ഒന്നും ചെയ്യില്ലെങ്കിലും അഖിൽ കണ്ണാടി മുന്നിൽ നിന്ന് അഖിൽ മാറില്ല. സത്യമല്ല അഖിലേ, നോണയല്ലല്ലോ ഞാൻ പറയണേ. തിരിച്ച് കാണിക്കാൻ പോകണ്ട. എന്ത് തോന്നുന്നു അഖിൽ ഒരു ചെറിയച്ഛനായതിൽ? നീ നിന്നെയും കാണിച്ച് സംസാരിക്കേ. ഞാൻ പറഞ്ഞല്ലോ, അരുവി എന്നെ അച്ഛനെ പോലെ കാണണേ. ചേട്ടനാന്ന് വിരിച്ചിട്ട് ഞാൻ കൈ കാണിച്ച് അപ്പൻ്റെ അടുത്ത് കൂടി വരും. ചേട്ടൻ്റെ മിക്കതും വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി ഇപ്പം ഇവരുടെ ഫാമിലി, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉള്ള ഫാമിലി ഫങ്ഷൻ ഇപ്പം ആദ്യമായിട്ട് പോണത് അല്ലേ? ചേട്ടൻ്റെ കല്യാണമാണ് ഞാൻ ആദ്യം കൂടിയേക്കണേ. വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ്റെ കൊച്ചിൻ്റെ പരിപാടിക്ക്. മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി ഹെയർ ചെയ്യണ്ടല്ലേ? മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. അഖിലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി തോന്നുന്നുണ്ട്. ഈശ്വര, ലേറ്റാണ് ആകെ. എനിക്കിപ്പോൾ സമയമുണ്ട്. എനിക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് സാധാ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ആയേനെ. ഇപ്പം ഈ അഖിലിൻ്റെ പോകേണ്ട സമയത്തിന് പോവായിരുന്നെങ്കിൽ ശരി പോസ്റ്റ് ആവില്ല ഞാൻ. അഖിലിന് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ വേണ്ട. സൂപ്പർ. എൻ്റെ ഒരു വിയേർഡ് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ആ മുഖം വെച്ചിട്ട് എന്തെങ്കിലും വിയേർഡ് എക്സ്പ്രഷൻ ഇടും. കാരണം ഭംഗിയുള്ള മുഖം എത്രത്തോളം വികൃതമാക്കാൻ പറ്റും ഞാൻ നോക്കാറ്. ഓക്കെ, അപ്പോൾ അരുവിയുടെ എത്രാമത്തെ വയസ്സാണ്? അരുവിയുടെ ബർത്ത്ഡേ അല്ല, ചോറൂണാണ്. അരുവിക്ക് വയസ്സില്ല, എന്നാലും 6 മാസം കഴിഞ്ഞു. ഏപ്രിലാണ് അരുവി ജനിച്ചത്. ഡേറ്റ് അതെ, മറന്നു തന്നെ. എനിക്ക് മറവി എന്നുള്ള വല്ല പേരും വരും കേട്ടോ. ഇനി എല്ലാം മറക്കും. അരുവി, നിന്നെ എന്ത് വിളിക്കണം ആഗ്രഹം നിനക്ക്? ചേട്ടനാ? അരുവിനെന്താ വീട്ടിൽ വിളിക്കാറിയോ? ബാനുന്നൊക്കെ എന്തപ്പോ ഇത്? എനിക്കറിയില്ല. അരുവി നിന്നെ എന്ത് വിളിക്കണം ആഗ്രഹം? മോന്ത കാണണോ? എന്തേലും വിളിച്ചോട്ടെ അല്ലേ? തിരിഞ്ഞ് എന്താ പ്രശ്നം? ഇങ്ങനെ തിരിക്കണ്ട, നിന്നോ? അങ്ങനെ നിന്നോ. മേക്കപ്പ് കഷ്ടപ്പെട്ടിട്ട് അതെ, കണ്ടില്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇവിടെ. ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഇന്നറിയാം എൻ്റെ മുഖത്തെ പാടുകൾ. ഇത് കൊള്ളാം. കുറച്ചുകൂടെ വേണേ ബ്ലഷ് ഇടാം. വേണ്ട, ഇഷ്ടപ്പെടും. ഹെയർ ചെയ്യാം. സമയം രാവിലെ 7:30. നമ്മളെപ്പോ തുടങ്ങിയതല്ലേ? 3 മണിക്കൂറായി. പൂജാപ്പിയുടെ ആദ്യത്തെ ഇതാണല്ലേ മേക്കപ്പ് ആൻഡ് ഹെയർ കോസ്റ്റ്യൂം ഒക്കെ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കണ്ടില്ലേ? എൻ്റെ മുടി പെട്ടെന്ന് വളർന്നു. മുടി എങ്ങനെയാണ് പെട്ടെന്ന് വളരണേന്നുള്ളൊരു ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് അലോവേറ, അതൊന്നുമല്ല, അത് വെറുതെ എക്സ്റ്റൻഷനാണ് ഗൈസ്. വേണ്ടേ? അഖിലിന് അസൂയ തന്നെ സുന്ദരിയായ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടിയത്. ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. ഹലോ ബ്യൂട്ടിഫുൾ. ഹായ്, എങ്ങനെയാണ്? അടിപൊളി. ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്.
ഇവരാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ നിങ്ങൾ ഉടനെ വിളിക്കുക. എമർജൻസി നമ്പർ പറഞ്ഞോളൂ. അപ്പൊ എന്തായാലും ആൾക്കാരെ വിളിക്കുന്നത് കാണുന്ന കുറച്ച് ആപ്പിളേരിൽ വിളിക്കുന്നത്. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? കുറച്ചൊന്ന് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, വരുന്ന വഴിക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അഖിലും കൂടെ തല്ലുകൂടിയോണ്ടെങ്കിൽ എനിക്ക് അതിനുള്ളൊരു മൂഡ് വന്നില്ല. പിന്നെ ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് ഡൈപ്പറൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയ പൈൻറ്റ് വിഷലാണ് കാണുന്നത്. നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനോടുകൂടെ എൻ്റെ വീട്ടിലെത്തി. എന്താ പറയുക, അഖിൽ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് അവരും എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. സംഭവം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന പാടെ തന്നെ ഫുഡ് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ രണ്ട് അലവലാദികൾ ഇവിടെ വന്നു. അവരുടെ കൂടെയാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അവര് വന്നപ്പോ അവർക്ക് വിശക്കുണ്ടെന്ന്. അപ്പൊ എൻ്റെ അമ്മ അവർക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് രണ്ട് ദോശ മതി എന്ന് പറയുന്നു പോയിട്ട്. രണ്ട് ദോശ നിനക്ക് 10 ഉണ്ടാക്കി തരടാ. ഒരു വീട്ടിലേക്ക് വിളിച്ചിട്ട് ആര് വീട്ടിലേക്ക് വിളിച്ചത്? ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് അവിടെ നിന്നോന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് കയറി വന്നു. ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇരട്ടി വഴി വണ്ടി ഓടിച്ച് വന്നപ്പോ എന്നോട് ഇരട്ടി വഴി. പിന്നെ ജോ കഴിച്ചിട്ടുള്ള വന്നെന്ന്. അവൻ മെയിൻ ആയിട്ട് ഈ പരിപാടിക്ക് വന്നത് 2 പന്തിയിൽ ഇരിക്കാനും 2 പായസം കുടിക്കാനും. പിന്നെ ഇവിടത്തെ ദോശയും ഞാൻ തന്നെ നോക്കണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ബാക്കി കാണിക്കാം. ദോശ ചട്നി. ഓ, ജോന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ പോലെയാണ് ജോന്റെ എക്സ്പ്രഷൻ. വേണ്ടായിരുന്നു. എനിക്ക് പോലും ചായ ഉണ്ടാക്കി തന്നില്ല. ഫുഡ് വേണ്ടായിരുന്നു നിർബന്ധിച്ചായിരുന്നു. എന്റെ അമ്മ എന്താണ് ചോദിച്ചത്? ജോന്റെ അടുത്ത് ഡൈ അടിക്കാറില്ലേ? പിന്നെ എനിക്കറിയാറില്ലേ. ജോന്റെ ഫാൻസരെ കാണാൻ ജോ പോണതും കിട്ട്. പിന്നെ അവിടെ ആൾക്കാരെ ഓളിയിടാന്ന് ജോ വരുമ്പോഴേക്കും. എന്റെ വാർഡ്രോബ് മാൽ ഫംഗ്ഷൻ എൻ്റെ അമ്മ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് കീറിയത്. അമ്മേനെ കാണിക്കരുതെന്ന് പറഞ്ഞമ്മ. അപ്പൊ എന്തായാലും അമ്മേനെ കാണിക്കണം. അപ്പൊ പറയും ഇത് അമ്മയാണോ അതോ മോളാണോ ചോദിച്ചു തരുന്നിട്ടാണ് ഇവിടെ. എന്റെ ചേച്ചിയാണ്, അല്ലെങ്കിൽ എന്റെ അനിയത്തി എന്ന് പറയുന്നത് എന്റെ അമ്മേനാണ്. ഓക്കെ, എൻ്റെ അത് എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒരെണ്ണം അവിടെ ഒളിച്ച് കളിക്കുകയാണ്. ഞാൻ വ്ളോഗിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇനി ഞാൻ കൊണ്ടുവരില്ല കേട്ടോ, അവൾക്ക് അഹങ്കാരം. സ്വത്തേ അല്ല, ഇങ്ങനെ എന്താ കാണിച്ചു കൊടുക്ക്. കയ്യില് സൂചി കൊടുക്കും. അതല്ല, ഇങ്ങനെയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ എന്റെ അനിയത്തി ഇത് എന്നെ കാണാൻ എന്നെ പോലെ തന്നെയാണ് കാണാൻ. നിങ്ങക്ക് തോന്നിയിട്ടില്ലേ? എന്താ സത്തേ? ഓക്കെ, അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ അവിടെ പോകുന്ന സദ്യ കഴിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അത് കാണിക്കാം. പിന്നെ നമുക്ക് വേറൊരു ഫാമിലി സാധനം വേറെ പറയാം. ബായാ ഇത് കഴിഞ്ഞിട്ടുള്ള സദ്യ വെച്ച് പായസം ഇല മടക്കി പായസം കുടിച്ചിട്ട് വരണം. അതുവരെ കാണിക്കും. അപ്പൊ നമ്മള് പെർഫോമൻസ് 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പെർഫോമൻസ് 2. അതല്ല, അതൊക്കെ ഞാൻ സെറ്റാക്കാം. അതല്ല, ഞങ്ങള് ഇപ്പൊ തിരിച്ച് നമ്മള് അഖിലിന്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. നമ്മള് പക്ഷെ അതായത് അഖിലിന് പൊതുവെ മറവി കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സാമിയുടെ ഫുഡ് അഖിലെടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ സാമിക്ക് ഫുഡ് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലണം. എന്നിട്ട് ബാക്കി കലാപരിപാടികൾ. എൻ്റെ നാട് കേട്ടോ, വളരെ പ്രകൃതി രമണീയമായ നാടാണ് എൻ്റെ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ കുളമുണ്ട്. ഇത് കുളം ആക്കണ ആളുണ്ട്. ഓക്കെ,
സോ അനൂപിന്റെ കൊച്ചിന്, അതായത് അഖിലിന്റെ ചേട്ടന്റെ കൊച്ചിനെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അരുവി എന്നാണ് ആ കുട്ടിയുടെ പേര്. അതൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. ആക്ച്വലി അഖിലിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ഡേ ആണ്. അഖിലിനെ സംബന്ധിച്ചത് മാത്രമല്ല, ഈവൻ അവരുടെ ഫാമിലിയിലെ എല്ലാവർക്കും. കാരണം അവരുടെ ഒരു ഇതിൽ ആദ്യത്തെ ഒരു പെൺകുട്ടിയാണ്. ഈവൻ ദോ അവൻ്റെ അമ്മയ്ക്ക് പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ മറക്കാണല്ലോ ഓരോ കാര്യങ്ങള്. അതായത് അവിടെ ചെന്ന് ചിലപ്പോൾ എനിക്ക് ഇതേപോലെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ വിഷ്വൽസ് എടുക്കാൻ ചിലപ്പോൾ അത് വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അപ്പം അത്രേ ഉള്ളൂ. ബൈ. നമ്മൾ സക്സസ്ഫുള്ളി ഫെയിൽ ആയിരിക്കുകയാണ്. ഇവിടെ പെറ്റ് ഫുഡ് കിട്ടുന്ന ഒരു കടയും കാണാനില്ല. അപ്പം അഖില് പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല, അഖിലായിട്ട് തന്നെ മേടിച്ചോളാന്ന്. കാരണം അഖില് ഒരു ബ്രാഹ്മൺ ഫാമിലി ആയതുകൊണ്ട് സാമിക്ക് അവിടെ മീൻ ഇറച്ചി പോലും വേറെ കൊടുക്കാനില്ല. പിന്നെ തൈര് സാധനം കൊടുത്താൽ പൂച്ച കഴിക്കില്ല. ഇടയ്ക്ക് ഓരോ പറയാൻ സത്യം പറയാലോ കഴിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ണിൽ ലെൻസും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ അമ്മേനെയും കാണണം, അച്ഛനെയും കാണണം, ചേട്ടനെയും കാണണം, ഭാര്യനെയും കാണണം, കൊച്ചിനെയും കാണണം. നേരെ എനിക്കറിയില്ല. ഐ എം വെരി ടയേർഡ്. ഐ വോണ്ട് ടു സ്ലീപ്പ്. നിങ്ങളുടെ തല്ലൂട്ടൊക്കെ ഞങ്ങൾ സോൾവ് ആക്കി അങ്ങനെ നേരെ അഖിലിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ കുറച്ച് വിഷ്വൽസ് മാത്രം എടുത്തുള്ളൂ. കാരണം നമ്മളവിടെ ഭയങ്കര ബിസി ആയിരുന്നു. ഒരുപാട് പേരെ കണ്ടു ഫാമിലിയിൽ. അതുപോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് ജോൻ്റെ മേലെ നമ്മുടെ അഖിലിൻ്റെ ഒരു കസിനാണ്. ആ ചേട്ടൻ ജോൻ്റെ മുട്ടത്തല ഇങ്ങനെ തുടയ്ക്കണ ഒരു ഇത് കാണിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന ഒരു വിഷ്വലാണ്. ഇതാണ് നമ്മുടെ അരുവിക്കുട്ടി. അരുവിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം മൊത്തം എല്ലാവരും ഹാപ്പി ആയിട്ട് കൂടിയിട്ടുള്ളത്. അഖിലിന് പിന്നെ ചെറിയച്ഛനായതിൻ്റെ ചെറിയൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. ചെറുതൊന്നുമല്ല, വലിയൊരു ഹാപ്പിനെസ്. ഫുൾ ടൈം ഇപ്പോൾ അരുവിയുടെ കൂടെയാണ്. എൻ്റെ മൈൻഡൊന്നും ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ അതും പറഞ്ഞ് തല്ലുവിടുന്ന ആളെ. അത് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അരുവിയുടെ കുറച്ച് ഫോട്ടോസ് വയ്ക്കാം. ടാറ്റാ. ഈ വ്ളോഗിന് എൻ്റെ അവസാനം ഒന്നും ഇല്ലാത്തൊരു വ്ളോഗമ്മ. പോയേ. അത് ഞാനൊരു അമ്മയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ കാണിക്കാം. വിത്ത് വിഗ്. ഞാൻ താൽക്കാലികമായി അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതെ, ഞാൻ ഒറ്റ പ്രാവശ്യം വിഗ് ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് എൻ്റെ സ്ഥിരം ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. അതെ, എന്റെ കുട്ടൻസ് നാട്ടുകാരൊക്കെ അറിഞ്ഞു. പിന്നെ ഇത് എന്തിനാ ഞാൻ എടുക്കണത് വ്ളോഗ് ഇടാൻ? ഓക്കെ അമ്മ, ഞാൻ പോയിട്ട് വരാം. മുടി വളർന്നിട്ട് കാണാം.